ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പിക്സൽ 10 Pro എന്ന ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടി, നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. എന്തൊക്കെ നല്ല വശങ്ങളുണ്ട്, എന്തൊക്കെ പോരായ്മകളുണ്ട്, രണ്ടും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. നിങ്ങൾ പലരും നെഗറ്റീവ് പറയുന്നത് ശ്രദ്ധിക്കാറില്ല എന്ന് തോന്നുന്നു. കാരണം പലരും നെഗറ്റീവ് ഇങ്ങനെ പറയാറില്ലല്ലോ എന്ന് കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഓരോ സെക്ഷനിലും നെഗറ്റീവ് പറഞ്ഞു തന്നെയാണ് പോരുന്നത്. പ്രോസ് ആൻഡ് കോൺസ് രണ്ടും ഓരോ സെക്ഷനിലും പറയാം. ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കാര്യം, ഡിസ്പ്ലേ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കാര്യം വൃത്തിയായിട്ട് പറഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഈ നെഗറ്റീവ് ഊന്നി അത് എടുത്ത് പെരുപ്പിച്ച് പറയുന്ന പരിപാടി ചെയ്യാറില്ല. രണ്ടും പറയാറുണ്ട്. ഇതിലും ഞാൻ പറയുന്നുണ്ട്. കണ്ടു നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ഇംപ്രഷൻ ഞാൻ ടെക് ന്യൂസിലോ മറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നപ്പോൾ ഇതിനെ കുറച്ച് വിമർശിച്ചിരുന്നു. കാരണം കാര്യമായ മാറ്റമൊന്നുമില്ല, അത്ര നന്നായിട്ടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ അതിനെന്നെ വിമർശിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇയാൾക്ക് ഇവൻറ്റിന് വിളിച്ചിട്ടുണ്ടാവില്ല, റിവ്യൂ കൊടുത്തിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. റിവ്യൂണ്ടൊക്കെ തന്നിട്ടുണ്ടാവും തന്നെയാണത്. ഇവൻറ്റിനും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ടെക് അപ്ഡേറ്റ് നോട്ട് അപ്കമിങ് ഫോൺസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് അവിടെ കൊടുക്കാം, നിങ്ങളത് കണ്ടു നോക്കുക. നമുക്കിപ്പോൾ ഇത് നമ്മൾക്ക് കിട്ടി, നമ്മുടെ കയ്യിൽ വന്ന് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നുള്ള കാര്യം പെട്ടെന്നൊന്ന് പറയാം. അൺബോക്സിങ് ചെറുതായിട്ടൊന്ന് കാണിക്കാം. എന്തായാലും ഒരു കാര്യം പറയാം, കണ്ണും പൂട്ടി എടുക്കാൻ പറ്റില്ല. കാരണം ഇതിൽ നല്ലതും പോരായ്മയായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ എല്ലാ സെക്ഷനും ശ്രദ്ധിച്ച് കണ്ടോളൂ, എടുത്തു കഴിഞ്ഞിട്ട് വിഷമിക്കേണ്ട അവസ്ഥ വരരുത്. അപ്പോൾ ഇതാണ് ബോക്സ്. ലേശം കരിമനടിച്ച പോലെ ഉണ്ട് മുകളിൽ. ഇനി അത് ഡിസൈനാണോ ആവോ. എന്തായാലും തുറക്കുമ്പോൾ അടിയിലത്തെ ബോക്സ് ക്ലീനാണ്. അത് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഫോണാണ്. ഫോൺ നൈസായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. കിടുക്കൻ സാധനമാണ് കേട്ടോ. ഇതിൻ്റെ ബോക്സിൽ വേറെ ഒന്നുമില്ല. ചാർജിങ് കേബിളും അത് മാത്രമേ ഉള്ളൂ. പിന്നെ ചെറിയൊരു ബോക്സിൽ സിം ടൂളും ഡോക്യുമെൻ്റ് ഒക്കെ ഉണ്ട്, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ചാർജറൊന്നും ബോക്സിലില്ല. അപ്പോൾ ഇതാണ് ഫോൺ. പ്രീമിയം ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നൈസാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് എവിടെയെങ്കിലും സംഘടിപ്പിച്ചൊന്ന് ഉപയോഗിച്ച് നോക്കിക്കോളൂ. ഞാൻ ഈ പറയുന്നത് 10/10 റേറ്റിംഗ് ആണ് ഞാൻ ഇതിന് കൊടുക്കുക. അതായത് 100% പ്രീമിയം ഫീൽ നമുക്ക് ഈ ഫോൺ തരുന്നുണ്ട്. ഒരു രക്ഷയില്ല, മുത്തുമണി എന്നൊക്കെ പറയാം, അത്രയും നന്നായിരിക്കുന്നു. ഇത് ഞാൻ ടെക് അപ്ഡേറ്റില്ല, ഇതിനെ വിമർശിക്കുന്ന വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. പ്രീമിയം ഫീലിൻ്റെ കാര്യത്തിൽ ഇവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം അതുപോലെ തന്നെ നൈസാണ്. താഴെ USB 3.2 ആണ് വരുന്നത്. ഫാസ്റ്റസ്റ്റായ ഒരു സംവിധാനം തന്നെയാണ്. പിന്നെ സ്പീക്കർ ഗ്രില്ല്, മൈക്രോഫോണിൻ്റെ സെറ്റപ്പ്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്ക്, അതുപോലെ ഡുവൽ സിം ട്രേ. ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. ഫ്രണ്ടിൽ യൂണിഫോമായ ഒരു ബിസിനസ്സോട് കൂടിയ ഡിസൈൻ സെറ്റപ്പാണ്. അതേപോലെ ഗൊറില്ല ഗ്ലാസ് വിറ്റസ് 2 പ്രൊട്ടക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. IP68 റേറ്റിംഗ് ഉണ്ട്. 6.8 ഉള്ളൂ. 6.9 ഒക്കെ വന്നു, അവരത് അറിഞ്ഞിട്ടില്ല. പോട്ടെ, അറിയുമ്പോൾ ചെയ്യുമെന്ന് വിചാരിക്കാം അടുത്ത വേർഷനിൽ. 6.9 ആയാലും 6.8 ആയാലും വല്ല കംപ്ലൈൻറ്റ് പറ്റിയാൽ അവർ വാറണ്ടി ഒന്നും തരില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ സ്പേസ് ക്രാഫ്റ്റ് ഗ്രേഡ് അലുമിനിയം ഫ്രെയിമാണ് ഇതിൽ വരുന്നത്. 8.6 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. 207 gram ആണ് വെയിറ്റ്. സോ 6.3 ഡിസൈനാണ് വരുന്നത്. ഇത് പ്രോ ആണ്. എക്സലിൽ വലിയ സൈസാണ്, ഇത് പ്രോ ആണ്. വളരെ ഒതുങ്ങിയ നൈസായ നല്ല നൈസ് ഫീലുള്ള ഫോൺ. മൊത്തത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഗംഭീരമായിട്ടുണ്ട്, ഒന്നും പറയാനില്ല പരാതിയായിട്ട്. ഡിസൈൻ്റെ ഭാഗത്ത് കേട്ടോ, ഡിസൈൻ്റെ ഭാഗത്ത് എനിക്ക് വേറെ ഒരു പരാതിയും പറയാനില്ല. ഇനി ഈ ഡിസൈൻ്റെ ഭാഗത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു നല്ല ഘടകം കൂടി പരിചയപ്പെടുത്താം. മാഗ്സേഫ് ചാർജിങ് ഇവർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിക്സൽ സ്നാപ്പ് എന്ന പേരിട്ട് വിളിക്കുന്നു, പക്ഷേ ആപ്പിളിലെ മാഗ്സേഫ് എന്ന് പറയുന്ന സെയിം സംഭവമാണ്, ഒരു മാറ്റമില്ല. വളരെ യൂസ്ഫുൾ ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല. കാരണം ഞാൻ ഇത് എൻ്റെ iPhone 16 Pro Max അതിന് വാങ്ങിച്ചൊരു ആക്സസറിയാണ്. ഫോണൊക്കെ കയ്യിൽ പിടിക്കുമ്പോൾ ഇത്തിരി വെയിറ്റ് കൂടുതലുള്ള ഈ വിരലുമ വെച്ച് എനിക്ക് വിരൽ വേദനയായി തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഇതൊരെണ്ണം വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് എനിക്ക് നൈസായിട്ട് ഉപയോഗിക്കാം. കണ്ടോ, വിരലുമ ഹോൾഡ് ചെയ്യേണ്ട, ഈ രീതിയിൽ നൈസായിട്ട് ഉപയോഗിക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വിരലിട്ട് പിടിച്ചിട്ട് ഉപയോഗിക്കാം. എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. സ്ട്രോങ് ആയിട്ട് നിന്നോളൂ കേട്ടോ, താഴെയൊന്നും വീണില്ല. അതുപോലെ സ്റ്റാൻഡായിട്ട് ഇത് എവിടെ ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ സ്റ്റാൻഡാക്കി വെക്കാം, ഇങ്ങനെ തിരിച്ച് വെക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ യൂസ്. അപ്പോൾ അതിന് വാങ്ങിച്ച ഒരു ആക്സസറിയാണിത്. ഇത് കൃത്യമായിട്ട് ഇതേപോലെ തന്നെ ഇതിൽ വർക്ക് ചെയ്യും. അതായത് എക്സാക്റ്റ് ആ മാഗ്സേഫ് സംവിധാനം തന്നെ പിക്സൽ സ്നാപ്പ് എന്ന രീതിയിൽ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. നന്നായി. ഇതിപ്പോൾ ചിലർ കോപ്പി എന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിലും ഐ ഡോണ്ട് കെയർ. ഇതൊരു അത്യാവശ്യമുള്ള വളരെ നല്ല ഫീച്ചറാണ്. ഇത് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് എങ്ങനെയാലും വേണ്ടില്ല, ഇതിൽ വന്നത് ഗംഭീരമായി. സോ നിങ്ങൾക്ക് ഇനി ഈ പറഞ്ഞ ആക്സസറികളൊക്കെ മാഗ്സേഫിൻ്റെ ആക്സസറികളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാം. വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വയർലെസ് ചാർജർ വെച്ച് ചാർജ് ചെയ്യാം. സോ ഒരു നല്ല മാറ്റമായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സോ ടോട്ടലി നല്ല ഫീലും മാഗ്സേഫുമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഡിസൈൻ ടോട്ടലി ഈ പറഞ്ഞ കാര്യം അടക്കം നന്നായിരിക്കുന്നു. ഡിസ്പ്ലേ പ്രത്യേകിച്ച് പരാതികളൊന്നും പറയാനില്ല. ഒരു കാര്യമുണ്ട്, ഞാൻ പറയാം. അതിന് മുമ്പ് ഇതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 6.3 ഇഞ്ച് വരുന്ന 120 Hz സൂപ്പർ ആക്ച്വ ഡിസ്പ്ലേ ആണ്. LTPO OLED ഡിസ്പ്ലേ ആണ്. ഗൊറില്ല ഗ്ലാസ് വിറ്റസ് 2 പ്രൊട്ടക്ഷൻ വരുന്ന ഡിസ്പ്ലേ. 2200 nits HDR ബ്രൈറ്റ്നസും 3300 nits പീക്ക് ബ്രൈറ്റ്നസും വരുന്നുണ്ട്. എങ്ങനെ പോയാലും ബ്രൈറ്റ്നസിന് യാതൊരു ഇഷ്യൂ ഇല്ല. ഞാൻ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ കൊണ്ട് ഉപയോഗിച്ച് നോക്കി, നൈസാണ്. HDR സപ്പോർട്ട് വരുന്നുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, അതേപോലെ ഫുൾ സ്ക്രീൻ വാൾപേപ്പർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഡിസ്പ്ലേ ഞാൻ വെറുതെ ഈ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ ഡിസ്പ്ലേ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് തള്ളേണ്ട ആവശ്യമില്ല. എല്ലാം ടോപ്പ് ക്വാളിറ്റി. അതിപ്പോൾ ഐഫോൺ ആയാലും സാംസങ് ആയാലും ഇതായാലും ഒക്കെ അടിപൊളിയായിരിക്കും. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അടിപൊളി ആയിക്കോളണം, അല്ലെങ്കിൽ പിന്നെ അത് എടുക്കാൻ കൊള്ളില്ല. സോ നല്ല ഡിസ്പ്ലേ ആണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞില്ല, ഒരു കാര്യം ലാസ്റ്റ് പറയാമെന്ന്. നമ്മുടെ S25 അൾട്രയിൽ ഒരു പ്രത്യേകതയുണ്ട്, ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ. അതായത് ഡിസ്പ്ലേയിൽ റിഫ്ലക്ഷൻ ഒക്കെയുള്ള ഭാഗത്ത് നിന്നാൽ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കാണാം. ആ റിഫ്ലക്ഷൻ ഒരുപാട് ഈ ഡിസ്പ്ലേയിലേക്ക് വരില്ല. പക്ഷേ നമ്മുടെ പിക്സലിൽ ആ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് റിഫ്ലക്ഷൻ വരും. അത് iPhone 16 Pro Maxലായാലും ഈ സംഭവമൊന്നുമില്ല.
സോ ഒരു നെഗറ്റീവായിട്ട് പറയാനില്ല, വലിയ വലിയ ഫോണുകളിലൊന്നും ഇല്ല, അതായത് ഇതിലും ഇല്ല. ആ ഒരു സംവിധാനം സാംസങ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് സാംസങ്ങിലൊരു നല്ല ഘടകമായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായേനെ. പക്ഷെ അതില്ല എന്നുള്ളത് വലിയ പ്രശ്നമൊന്നുമല്ല കേട്ടോ. സോ മനസ്സിലാക്കിയിരിക്കുക ആ ഒരു കാര്യം. ഇനി ഇതിൻ്റെ ബാറ്ററി നോക്കിയാൽ 4870 mAh ആണ് ബാറ്ററി വരുന്നത്. കുറവാണ്. 7000 ഒക്കെ ആയി. ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലെ ബാറ്ററി ലൈഫ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഐഫോണിലൊക്കെ 5000 അടുത്ത് വരാൻ പോകുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ ഓക്കെ എന്ന് പറയാം. പിന്നെ ഇത് 6.3 ഇഞ്ച് ഡിസ്പ്ലേ കൂടിയാണ്. സോ അഡ്ജസ്റ്റ് ചെയ്യാം. സാധാരണ യൂസാണ് ഈ ഫോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ വയർലെസ് ചാർജിങ് 15 വാട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വയേർഡ് ചാർജിങ് 30 വാട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചാർജറില്ല, ചാർജർ വേണമെങ്കിൽ സെപ്പറേറ്റ് വാങ്ങിക്കണം. ഇതാണ് ബാറ്ററി സെറ്റപ്പ്. കുറച്ചും കൂടിയൊക്കെ നന്നാക്കാമായിരുന്നു. ഇനി ഇതിൻ്റെ പെർഫോമൻസ്, അതായത് ആ പ്രൈസിനുള്ള പെർഫോമൻസ് ഇല്ല. സാധാരണ യൂസിന് യാതൊരു വിഷയമില്ല, നമുക്ക് നൈസായിട്ട് ഉപയോഗിക്കാം. ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സ്മൂത്താണ്, സോഫ്റ്റാണ്, UI ഗംഭീരമാണ്. അതൊക്കെ ഇത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് കഴിഞ്ഞ വർഷവും ഇങ്ങനെ തന്നെ ആയിരുന്നു, ഈ വർഷവും അങ്ങനെ തന്നെയാണ്, ഒരു വിഷയമില്ല. പക്ഷേ പെർഫോമൻസ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ S25 അൾട്രയോ അല്ലെങ്കിൽ ഐഫോണോ ഒക്കെ എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ അത്രയൊന്നും ഇല്ലേ ഇല്ല. ഇനി ആൻഡ്രോയിഡ് സ്കോർ വെച്ച് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ 1.1 മില്യൺ ഏകദേശം, അല്ലെങ്കിൽ 1.2 മില്യൺ താഴെയുള്ളൂ ഇതിൻ്റെ ആൻഡ്രോയിഡ് സ്കോർ. പക്ഷേ സ്നാപ്ഡ്രാഗണൊക്കെ 8 ലൈറ്റ് ഒക്കെ വന്നിട്ട് 2.2 അല്ലെങ്കിൽ 2.5 മില്യൺ റേഞ്ചിലാണ്. സോ ഇതിൻ്റെ ഇരട്ടിയിലധികം പെർഫോമൻസ് ആണ് നമുക്ക് 8 ലൈറ്റിലൊക്കെ കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ 1.7 ഓർ 8 മില്യൺ റേഞ്ചിലാണ് ഐഫോണിൻ്റെ നിൽക്കുന്നത്. സോ അതൊക്കെ ഇതിൻ്റെ ഡബിൾ റേഞ്ചിൽ വരുന്ന പെർഫോമൻസുകളാണ്. സോ പെർഫോമൻസ് നോക്കിക്കൊണ്ട് ഈ ഫോൺ എടുക്കരുത്. ഗെയിം കളിക്കുമ്പോൾ അതായി കാണുന്ന അൾട്രാ എക്സ്ട്രീമിലൊക്കെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. BGMI ഞാൻ കളിച്ച് നോക്കി, പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ഹെവി പെർഫോമൻസ് ഗെയിമിങ്ങിനൊക്കെ വേണ്ടി എടുക്കുമ്പോൾ അതൊക്കെ എടുക്കണം. ഇത് വേണ്ട. ഇത് സാധാരണ യൂസിന് അടിപൊളിയായിരിക്കും. ടെൻസർ G5 എന്ന് പറയുന്ന പ്രോസറാണ്. ടൈറ്റാൻ M2 സെക്യൂരിറ്റി പ്രോസർ വരുന്നുണ്ട്. 16 GB റാം, 256 GB സ്റ്റോറേജ്, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. UFS 4.0 ആണ് സ്റ്റോറേജ്. സോ നോർമൽ യൂസിനൊന്നും ഒരു ഇഷ്യൂവും വരാനില്ല. ടെൻസർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ പേടിക്കേണ്ട, അത് സാംസങ് അല്ല, ഇത്തവണ TSMC ആണ്. അതുകൊണ്ട് ഹീറ്റിംഗ് ഇഷ്യൂ വരില്ല എന്നാണ് പറയുന്നത്. ഞാനങ്ങനെ ഹെവി ആയിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. വരും ദിവസങ്ങൾ യൂസ് ചെയ്ത് നോക്കട്ടെ. പ്രശ്നങ്ങൾ എന്തെങ്കിലും, ഹീറ്റിംഗ് അങ്ങനത്തെ ഇഷ്യൂസ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ, ഇപ്പോഴേക്കും കണ്ടിട്ടില്ല, വരും ദിവസങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മുടെ ടെക് ന്യൂസുകൾ കാണുക. ടെക് ന്യൂസുകളിലായിരിക്കും ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂ കാണുന്നെങ്കിൽ നമ്മൾ ടെക് ന്യൂസുകളിലായിരിക്കും ഇത് പറയുക. കാരണം ആ ഒരു 1-2 ഇഷ്യൂ പറയാൻ വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഒന്നും ചെയ്യില്ല. ടെക് ന്യൂസുകൾ കണ്ടാൽ മതി. ഒരു ടെക്നോളജി വാർത്തകൾ അറിയുകയും ചെയ്യാം. ഇത്തരത്തിൽ ഫോണുകൾക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, ഉപയോഗിച്ച് നോക്കുമ്പോൾ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെച്ച് ടെക് ന്യൂസുകൾ റെഗുലറായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളൊരു ടെക് ഫാൻ ആണെങ്കിൽ കേട്ടോ. ഇനി ക്യാമറ, വൺ ഓഫ് ദി ബെസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് പിക്സലിൻ്റെ ക്യാമറ തന്നെയാണ്, ഒരു സംശയമില്ല. സാമ്പിൾസ് ഇവിടെ കണ്ടു നോക്കിയേ. എനിക്ക് പൊതുവേ അത്ര വലിയ താല്പര്യമുള്ളൊരു ക്യാമറയല്ല, എന്നാലും ഈ ഇമേജുകൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കുക. 50 MP മെയിൻ ക്യാമറയാണ്, 48 MP വൈഡ് ആംഗിൾ ക്യാമറ, 48 MP 5x ടെലിഫോട്ടോ, 42 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അതിന്റെ സാമ്പിളുകളാണ് ഈ കണ്ടത്. നല്ല, ഇപ്പോൾ ഇവിടെ മൊത്തം മഴക്കാറാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു തെളിഞ്ഞ അന്തരീക്ഷം കിട്ടിയിട്ടില്ല ഫോട്ടോ എടുക്കാൻ. ഡെലൈറ്റ് ഫോട്ടോസ് ഒക്കെ ഇത്തിരി ഇരുണ്ട പോലെയാണ് ഇരിക്കുന്നത്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, സത്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഐഫോണിലെ ഫോട്ടോസും പൊതുവേ ഇഷ്ടമല്ല, അതിങ്ങനെ ഇരുണ്ടിരിക്കും. പക്ഷേ അതിൽ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗി വരാറുണ്ട്. ഇതിൽ എഡിറ്റ് ചെയ്യാൻ ഇച്ചിരി പാടാണ്, എന്നാലും എഡിറ്റ് ചെയ്തൊക്കെ ഭംഗിയാക്കി ഉപയോഗിക്കാം. കാരണം അതൊക്കെ നല്ല ക്വാളിറ്റിയാണ്, ഡീറ്റെയിൽസ് ലെവൽ അപാരമാണ്. അതുകൊണ്ട് എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നവർക്ക് ഒരു വിഷയം ഉണ്ടാവാൻ വഴിയില്ല. ഡയറക്റ്റായിട്ട് ഉപയോഗിക്കണമെങ്കിൽ വിവോ S200 സീരീസ് അത് സെറ്റാണ്. ഒറ്റ ക്ലിക്ക് നേരെ പോസ്റ്റ്, അതാണ് അവരുടെ പരിപാടി. ഇവരുടെ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും ഇതൊക്കെയാണ് സാമ്പിൾസ്. വീഡിയോ സാമ്പിളടക്കം ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. 4K ഒക്കെ നിങ്ങൾക്ക് ഫ്രണ്ടിലും ബാക്കിലും ഷൂട്ട് ചെയ്യാം. ബാക്ക് ക്യാമറയിലാണെങ്കിൽ 8K വരെ ഷൂട്ട് ചെയ്യാം. സോ ഓവറോൾ ഗ്രേറ്റ് സെറ്റപ്പാണ്. സൂമിൻ്റെ ഒരു ക്വാളിറ്റി ആണെങ്കിൽ ഞാനിവിടെ ഒരു പള്ളിയുടെ ഫോട്ടോ ഞാൻ ജസ്റ്റ് പള്ളിയിലേക്ക് ഒന്ന് സൂം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, എല്ലാം നല്ല ക്വാളിറ്റിയാണ്. അത് വൈഡ് ആംഗിൾ ആയാലും 1x ആയാലും 2x ആയാലും 5x ആയാലും 10x ആയാലും ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. സോ അത്യാവശ്യം സൂം ചെയ്തൊക്കെ ഒരു സ്റ്റേജിൽ ഫംഗ്ഷൻ നടക്കുമ്പോൾ സൂം ചെയ്തൊക്കെ ഫോട്ടോ എടുക്കാൻ ഓക്കെയാണ്. പക്ഷേ ക്യാമറ എന്ന് പറയുന്നത് കംപ്ലീറ്റ് പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്, സബ്ജക്റ്റീവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കിയിട്ട് ചൂസ് ചെയ്യാം. സംഭവം ക്വാളിറ്റി വൈസ് ഒരു ഇഷ്യൂ ഇല്ല, സെറ്റപ്പാണ്. ഇനി ഈ ഫോണിൻ്റെ കാര്യത്തിൽ ഇവർ മെയിനായിട്ട് പറയുന്നത് മുഴുവൻ AI ആണ്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വലിയ കാര്യമായ അപ്ഗ്രേഡുകളൊന്നും ഈ ഫോണിലില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും തന്നെയും വലിയ സംഭവമല്ല. ഈ മാക്സേഫ് ഒഴികെ ബാക്കി ഒന്നും ഒരു വലിയ സംഭവമില്ല. പിക്സൽ 9 പ്രോയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇത്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. AI ഫീച്ചേഴ്സാണ് ഇത്തവണ വലിയ കാര്യമായിട്ട് പറയുന്നത്. ഒന്ന് ക്യാമറ കോച്ച്. നമ്മൾ ഈ ഫോൺ കൊണ്ടൊരു ഫോട്ടോ എടുക്കുമ്പോൾ അത് മുകളിലേക്ക് താഴ്ത്തി അങ്ങോട്ട് തിരിക്കും ഇങ്ങോട്ട് തിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് ഫ്രെയിം കറക്റ്റ് ചെയ്യിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് ഫോട്ടോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഒരു വലിയ ഫീച്ചറായിട്ട് അവർ പറഞ്ഞത്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, പക്ഷേ എനിക്കത് അത്ര യൂസ് ആയിട്ട് തോന്നിയില്ല. പിന്നെ മറ്റൊരു സംഗതിയാണ് AI ഫീച്ചർ വലിയ കാര്യമായിട്ട് പറയുന്നത്, മാജിക് ക്യൂ. അത് വല്ല മെസ്സേജൊക്കെ അയക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് ഇത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് റിപ്ലൈ ചെയ്യാൻ സഹായിക്കുമെന്നാണ്. എനിക്കൊരു സഹായവും കിട്ടിയില്ല. ഈ പറഞ്ഞ പോലെ എന്തോ എവിടെയൊക്കെ തകരാറുകളുണ്ട്. ഇത് ഒരു പൂർണ്ണമായിട്ടും ഫങ്ഷണലായ രീതിയിലല്ല ഈ ഫീച്ചേഴ്സ് ഇരിക്കുന്നത്. പക്ഷേ ഞാൻ ഉടനെ കുറ്റം പറയില്ല, കാരണം 2 ദിവസമായിട്ടുള്ള കയ്യിൽ കിട്ടിയിട്ട് ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കട്ടെ. എന്നിട്ട് ഒട്ടും ശരിയാവുന്നില്ലെങ്കിൽ നമ്മുടെ അടുത്ത ടെക് അപ്ഡേറ്റിൽ നമ്മൾ കൃത്യമായിട്ട് പറയാം. പിന്നെ പതിവ് പോലെ ഇതിലും നമ്മുടെ ജെമിനി വരുന്നുണ്ട്. സൈഡ് ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ ജെമിനി വന്നു. വേണമെങ്കിൽ ജെമിനി ലൈവ് ഉപയോഗിക്കാം.
അതേപോലെ സർക്കിൾ ടു സെർച്ച് ഇതിലും വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മറ്റ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഫീച്ചേഴ്സ് ഞാൻ അധികം അങ്ങോട്ട് പറഞ്ഞില്ല കേട്ടോ. മറ്റ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ Wi-Fi 7 തന്നെ കൊടുത്തിട്ടുണ്ട്, ബ്ലൂടൂത്ത് വെർഷൻ 6 തന്നെ കൊടുത്തിട്ടുണ്ട്, NFC വരുന്നുണ്ട്, സ്പേഷ്യൽ ഓഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 7 ജനറേഷൻ ആൻഡ്രോയിഡ് അപ്ഡേറ്റും സെക്യൂരിറ്റി അപ്ഡേറ്റും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ കുറച്ച് കാലത്തേക്ക് ഉപയോഗിക്കാം. ഒന്നാമത് നല്ല സ്മൂത്തായ എക്സ്പീരിയൻസ് ആണ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 4-5 വർഷമൊക്കെ ഉപയോഗിക്കണം എന്നുള്ളവർക്കും കൊണ്ട് നടന്ന് ഉപയോഗിക്കാം. പിന്നെ സൗണ്ട് ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. ചെറിയൊരു സാമ്പിൾ കേൾപ്പിച്ചു തരാം. നല്ല ക്ലാരിറ്റി, നല്ല ബേസ്, നല്ല സൗണ്ടാണ്. അതിൽ വേറെ ഒന്നും പറയാനില്ല, കിടക്കുന്ന സൗണ്ട്. സോ അപ്പോൾ നമ്മൾ ഈ ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ വെർഷൻ ഈ വർഷത്തേക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ല എന്നാണ് നമ്മൾ ടെക് അപ്ഡേറ്റിൽ അന്ന് ഈ ഫോണിനെ കുറിച്ച് വിമർശനമായിട്ട് പറഞ്ഞത്. ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എൻ്റെ തോന്നലിൽ ഇപ്പോഴും മാറ്റമില്ല. കാരണം പിക്സൽ 9 ആ ഫോണിൻ്റെ അതേ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത്, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. എന്നാലും നന്നായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത് മോശമൊന്നും ഞാൻ പറയില്ല. പ്രത്യേകിച്ച് മാക്സേഫ് ആണ് ഇതിൽ എനിക്ക് ഏറ്റവും നന്നായി എന്ന് തോന്നിയ ഒരു ഘടകം. ബാക്കിയൊക്കെ നന്നായിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഒപ്പം പിക്സൽ ഇത് 10 പ്രോയാണ്, 10 Pro XL ഉണ്ട്, പിക്സൽ ഫോൾഡ് ഉണ്ട്, ബഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ വാച്ച് ഉണ്ട്. അപ്പോൾ ഒരു ഇക്കോ സിസ്റ്റം ഒക്കെ വാങ്ങിക്കണമെങ്കിൽ മൊത്തത്തിൽ അങ്ങ് വാങ്ങിച്ചേക്കണം, വേറെ പരിപാടിയൊന്നുമില്ല. വില ഇതിന് 1,09,999, അതായത് 1,10,000 രൂപ. ഇതിൻ്റെ മറ്റേ കൂടിയ മോഡലിന് XL-ന് 25 1,25,000 രൂപയാണ്. ഫോൾഡിന് അതിനേക്കാളും കൂടുതലാണ്. അവിടേക്കൊന്നും പോകണ്ട. ഫോൾഡൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ഡിസൈൻ. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഇതിൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ വാങ്ങിച്ചോളൂ, സംഭവം സെറ്റാണ്. വേറെ വിഷയങ്ങളാണ്. ഗെയിമിങ്ങിന് മാത്രം നോക്കണ്ട, ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. 9 Pro പോലെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ വിഷയങ്ങളൊന്നുമില്ല. സെറ്റപ്പാണ്. 2 ദിവസം ഉപയോഗിച്ചതിൽ കൂടുതൽ ഉപയോഗിച്ച് നോക്കിയിട്ട് വിശദമായിട്ട് നമുക്ക് പറയാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, നമുക്ക് വിശദമായി ഉപയോഗിച്ച് നോക്കിയിട്ട് ചെയ്യാം. സോ അപ്പോൾ അത്രയുമാണ് പിക്സൽ 10 Pro എന്ന ഈ ഫോണിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.